എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മഷ്റൂം അല്ലെങ്കിൽ കൂണ്. എല്ലാവർക്കും അറിയാം, പലരും ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കഴിക്കാനായിട്ട് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. പ്രത്യേകിച്ചും ഇത് നമുക്ക് പലതരം അസുഖങ്ങൾക്കും ഓവറോൾ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്ക് പല വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല അസുഖങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും കൂടി സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ വളരെയധികം വിറ്റമിൻസുകൾ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മുടെ വിറ്റമിൻ ഡി നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് ഇല്ലേ. ഇപ്പോൾ പലരും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മൾ പല സപ്ലിമെന്റുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആഴ്ചയിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നല്ലൊരു വിറ്റമിൻ ഡി ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിറ്റമിൻ B6 ഉണ്ട്, പിന്നെ പൊട്ടാസ്യം, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, സെലേനിയം, അങ്ങനെ ഒത്തിരി വിറ്റമിൻസുകളും മിനറൽസുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മഷ്റൂം അല്ലെങ്കിൽ കൂണെന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കിട്ടാറുള്ളത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ചും ഇതൊരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി കൂടി കിട്ടുന്ന ഒന്നാണ് മഷ്റൂം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നമുക്കിത് കൊടുക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാം. കാരണം ഇതിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. പ്രത്യേകിച്ചും നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ നീർക്കെട്ടുകളും ഒക്കെ കുറയ്ക്കാനായിട്ടും കൂടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. പിന്നെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഡയബറ്റീസിന് ഏറ്റവും നല്ലതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലുകൾക്കൊക്കെ ബലം കിട്ടുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് കൂൺ അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ചും നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് അയൺ കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സ്കിന്നിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടാനും അതുപോലെ നമുക്കൊരു ടോട്ടലി നമുക്ക് പറയുവാണെങ്കിൽ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി, ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹോർമോണൽ, പ്രത്യേകിച്ച് ലേഡീസിൽ മെനോപാസൊക്കെ ആകുന്ന ടൈമിൽ പല ഹോർമോൺ ചേഞ്ചസുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ശരീരത്തിന് കൂടുതലായിട്ടൊരു കൂൾ പ്രോപ്പർട്ടിയും കൂടെ, കൂൾ ഒരു എഫക്റ്റും കൂടി കിട്ടുന്നതാണ് മഷ്റൂം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ്. വളരെയധികം ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് ഹാർട്ട് ഹെൽത്തിനൊക്കെ വളരെ എഫക്റ്റീവ് തന്നെയാണ്. കാരണം ഇതിൽ പല വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് മെമ്മറിക്കൊക്കെ ശരിക്കും നമുക്ക് പല നെർവുകളിൽ ശരിക്കും നമ്മൾ ന്യൂറോ സെൽസ് ഡാമേജ്ഡ് ആയിട്ടുള്ളതിനൊക്കെ വളരെ നല്ലതാണ്. അതായത് അൾസിമേഷ്യസ് അല്ലെങ്കിൽ പാർക്കിൻസോണിസം ഇങ്ങനെയൊക്കെ വരുന്ന ഡിസീസിനൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ് ഈ കൂണെന്ന് പറയുന്നത് അല്ലെങ്കിൽ മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അപ്പം പണ്ടക്കാലങ്ങളിലൊക്കെ വീടുകളിലും ഒക്കെ ഇത് കൃഷിയായിട്ടൊക്കെ ചെയ്തിട്ടുള്ള ഉണ്ട്. ഇപ്പോൾ പലരും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതായതുകൊണ്ട് പലരും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് കഴിച്ചാലും ഇതൊരു പ്രശ്നമില്ല. ഓവറോൾ നമ്മുടെ ഹെൽത്തിന് വളരെയധികം എഫക്റ്റീവ്, വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അപ്പം കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ വിറ്റമിൻസുകൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങൾക്കും നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കുക. നമുക്ക് വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.